ഒരു പിക്ചർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണ് ഉള്ളത്. അത് റൈറ്റ് സൈഡിൽ വരുന്നത് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതിൽ ഏട്രിയം ചെറുതും വെൻട്രിക്കിൾ വലുതുമായിരിക്കും. നമ്മുടെ ശരീരത്തിലെ ലാർജസ്റ്റ് വെയിനാണ് സുപ്പീരിയർ വീന കവി, ഇൻഫീരിയർ വീന കവി. ഈ രണ്ട് വെയിനും കാണപ്പെടുന്നത് ഹാർട്ടിന്റെ ചേമ്പറായ റൈറ്റ് ഏട്രിയത്തിലാണ്. മുൾഭാഗത്തായിട്ട് സുപ്പീരിയർ വീന കവിയും താഴെ ഭാഗത്തായിട്ട് ഇൻഫീരിയർ വീന കവിയും ലൊക്കേറ്റ് ചെയ്യുന്നു. സുപ്പീരിയർ വീന കവിയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ അപ്പർ ലിംബ്, ചെസ്റ്റ്, കൈ, നെക്ക്, ഹെഡ് ഇവിടങ്ങളിലൊക്കെയുള്ള അശുദ്ധ രക്താണുക്കൾ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ ഹേർട്ടിന്റെ ചാമ്പറിലേക്ക് എത്തിക്കുന്നു, അതായത് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നു. അതുപോലെ ഇൻഫീരിയർ വീന കവി ചെയ്യുന്നത് വെച്ചാൽ ലോവർ ലിംബ്, അതായത് അബ്ഡോമിനല്, പെൽവിക്ക്, കാലില് ഇവിടേക്കുള്ള അശുദ്ധ രക്തത്തിന് ഹേർട്ടിന്റെ ചേമ്പറായ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നു. ഹേർട്ടിലേക്ക് എത്തുന്ന ഈ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് പോകണം. എന്നാൽ അത് ഡയറക്റ്റ് പോകാൻ പറ്റില്ല. അതിന് ചെറിയ പാത്ത് വേ ഉണ്ട്. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ട്രൈക്കസ്പൈഡ് വാൾവ് വഴി റൈറ്റ് വെൻട്രിക്കിളിലെത്തുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി വാൾവ് വഴി പൾമണറി ആർട്ടറിലെത്തുന്നു. പൾമണറി ആർട്ടറിൽ നിന്ന് ലങ്സിലേക്ക്. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ. ലങ്സിൽ നിന്നും പ്യൂരിഫൈ ആയിട്ട് വരുന്ന ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ഹേർട്ടിലേക്ക് എത്തണം, ഹേർട്ട് വഴി നമ്മുടെ ബോഡി പാർട്ടിലേക്ക്. എന്നാൽ അതിനും അതിൻ്റെതായ പാത്ത് വേ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലങ്സിൽ നിന്നും പുറത്തു വരുന്ന ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോർട്ട, അവിടെ നിന്ന് ബോഡിയിലെ എല്ലാ പാർട്ടിലേക്കും എത്തുന്നു. ഈ ഒരു പ്രോസസ്സിനാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന വഴി നമുക്ക് എനർജി പ്രൊഡക്ഷൻ ഉണ്ടാകുകയും സെല്ലിനെ പുനരുജ്ജീവിക്കുകയും അതുപോലെ നമ്മുടെ മെമ്മറി പവറിനും നമ്മുടെ എല്ലാ അവയവങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഈ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആവശ്യമാണ്. ഈ മൊത്തത്തിൽ നിന്നുള്ള അവലോകനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാലോ ഹേർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡീഓക്സിനേറ്റ് ആയിട്ടുള്ള ബ്ലഡിനെ ക്യാരി ചെയ്ത് അത് ലങ്സിലേക്ക് എത്തുന്നു. ലങ്സിൽ നിന്ന് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് വീണ്ടും തിരിച്ച് ഹേർട്ടിലേക്ക് എത്തി അത് ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും എത്തുന്നു. ഈ ഒരു പ്രോസസ്സ് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഹാർട്ടിന്റെ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു പാർട്ടിൽ കാണാം. താങ്ക് യു.